ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിന്റെ 23-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ബേസ് മെത്തേഡ് ഓഫ് സ്ക്വയറിംഗിന്റെ പാർട്ട് 3 ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിൽ 100-ന് മുകളിലുള്ള നമ്പേഴ്സിൻ്റെ അല്ലെ, നമ്മൾ താഴെയുള്ള നമ്പേഴ്സ് 100-ന് താഴെയും 1000-ന് താഴെയൊക്കെയുള്ള നമ്പേഴ്സിൻ്റെതാണ് ചെയ്തത്. ഇനി 100-ന് മുകളിലുള്ള നമ്പർ വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം. ബേസ് മെത്തേഡ് ഓഫ് സ്ക്വയറിംഗ് വെച്ച് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ മെത്തേഡുകളിൽ ചെയ്തിട്ടുള്ളതിൽ വെച്ച ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ അതെന്താണെന്ന് നമ്മൾ നോക്കാം. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ നമ്പേഴ്സിനെയും ഇതുപോലെ ബേസ് മെത്തേഡ് ഓഫ് സ്ക്വയറിംഗ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് പാർട്ട് 3 ആയിട്ട് ചെയ്തത്. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് 1000-ന് മുകളിൽ, അപ്പം 100-ന് മുകളിലുള്ള അങ്ങനെ ചെയ്തു അതുപോലെ തന്നെയാണ്. പക്ഷെ പാർട്ടായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഓരോ പാർട്ടിലാക്കി ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ബേസ് മെത്തേഡ് ഓഫ് സ്ക്വയറിംഗിൽ നമ്മൾ 100-ന് മുകളിലുള്ള നമ്പേഴ്സിന്റെ ട്രിക്കാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ 100-ന് മുകളിലുള്ള നമ്പറാണ് 102, 107, 112 എല്ലാ തരത്തിലുള്ള നമ്പേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു സിമ്പിൾ ആയിട്ടുള്ള നമ്പർ 102 ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ ബേസ് നമ്പർ എന്ന് പറയുന്നത് 100 ആണ്. 2 zeros ആണുള്ളത്. മെത്തേഡൊക്കെ സെയിം തന്നെ. 2 0 ആയതുകൊണ്ട് 2 ബ്ലാങ്ക് പ്ലേസ് മാർക്ക് ചെയ്യുന്നു. ഇനി ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞത് 100-ൽ നിന്ന് ഏത് സബ്ട്രാക്ട് ചെയ്താലായിരുന്നു ഇത് കിട്ടുക എന്നുള്ളതാണ്. അല്ലെ, നമ്പർ 97 അല്ലെങ്കിൽ 94 അങ്ങനെയുള്ള നമ്പേഴ്സ്. ഇവിടെ 100-നോട് ഏത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് നമ്പർ ആഡ് 102 കിട്ടും. അവിടെ കൂടുതലായിട്ടുള്ളത് 2 ആണ്. അപ്പൊ +2 എഴുതും. നേരത്തെ മൈനസ് ആയിരുന്നു, ഓർമ്മിച്ച് നോക്കണം. ഇവിടെ നമ്മൾ എഴുതുന്നത് പ്ലസ് ആണ്. അല്ലെ, 100 + 2 ആണ് 102 എന്ന് പറയുന്നത്. സെയിം മെത്തേഡ് 2-ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. അവിടെ ചെയ്ത അതേ മെത്തേഡ് തന്നെ 2-ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. 2-ന്റെ സ്ക്വയർ 4 ആണ്. 4 എഴുതി, ഇവിടെ 04 കിട്ടി. ഇനി ചെയ്യേണ്ടതോ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ ചെയ്ത സബ്ട്രാക്ഷൻ ആണ്. അല്ലെ, നമ്മൾ ചെയ്ത സബ്ട്രാക്ഷൻ ആയിരുന്നു. ഇവിടെ മൈനസ് വരുന്നതുകൊണ്ട് സബ്ട്രാക്ഷൻ ചെയ്തു. ഇവിടെ ചെയ്യേണ്ടത് അഡീഷൻ ആയതുകൊണ്ട് +2 ആയതുകൊണ്ട് ആഡ് ചെയ്യണം. 102 + 2 എന്ന് പറയുന്നത് 104 കിട്ടും. ആൻസർ 10,404 അല്ലെ. ഇപ്പൊ സ്ക്വയർ ഓഫ് 102 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 102-ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 10,04,400 ആണ്. ചെയ്യുന്ന മെത്തേഡ് 100 ആണ് ബേസ് നമ്പർ. 2 ബ്ലാങ്ക് പ്ലേസ് മാർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 100-നോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. 102 കിട്ടും. 2 ആഡ് ചെയ്താൽ കിട്ടും. അപ്പൊ +2 എഴുതുന്നു. അത് മറന്നു പോകരുത്, പ്ലസ് ആണ്. അവിടെ നേരത്തെ ചെയ്തതിൽ മൈനസ് ആയിരുന്നു. 2-ന്റെ സ്ക്വയർ 4, 2 ബ്ലാങ്ക് പ്ലേസിലായതുകൊണ്ട് 04 എഴുതി. അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുന്നു. 2 നമ്പറും തമ്മിൽ ആഡ് ചെയ്യുന്ന കൂട്ട്. അപ്പൊ 102 + 2 104. ആൻസർ കംപ്ലീറ്റ് ആയി. സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ബേസ് മെത്തേഡ് ഓഫ് സ്ക്വയറിംഗിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. 107 × 107 മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ 107 ആകുമ്പോൾ എന്ത് വരും? 2 ബ്ലാങ്ക് പ്ലേസ് മാർക്ക് ചെയ്യണം. 7 ആണ്, +7 എഴുതുന്നു. അല്ലെ, 100 + 7 ആണ് 107. 100 + 7 അത് ഓർമ്മിച്ചാൽ മതി. 100 + 7. ഇനി 7-ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 7-ന്റെ സ്ക്വയർ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. 49 ആണ്. 49 എഴുതി. അല്ലെ, 2 ബ്ലാങ്ക് പ്ലേസും ഫില്ലായി. 49. അടുത്തത് ആഡ് ചെയ്യുക. 107 + 7 എന്ന് പറയുന്നത് 114 ആണ്. 114. ആൻസർ കംപ്ലീറ്റ് ആയി. 11,449 ആണ് ആൻസർ വരുന്നത്. 107-ന്റെ സ്ക്വയർ അല്ലെ. വലിയ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ പറയുന്നത്. 7-ന്റെ സ്ക്വയർ 49 എഴുതി. അത് കഴിഞ്ഞ് 2 നമ്പർ ആഡ് ചെയ്യുന്നു. ആ നമ്പർ ഇവിടെ എഴുതി. ആൻസർ കംപ്ലീറ്റ് ആയി. അല്ലെ, ഇത് തന്നെ നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മറ്റൊരു A + B² ഒക്കെ വെച്ച്, അല്ലെങ്കിൽ A + B² ഒക്കെ വെച്ച് ചെയ്യുന്നത്. 100 + 7 ഹോൾ സ്ക്വയർ എന്നൊക്കെ എഴുതിയിട്ട് അങ്ങനെ ഒരു മെത്തേഡ് കൂടെ ഉണ്ട്. പക്ഷേ നമ്മൾ വേദിക്കൽ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡായിട്ട് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു അഡീഷനും സബ്ട്രാക്ഷനും വെച്ചിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ 112 കൂടെ എടുക്കാം. അല്ലെ, വലിയൊരു നമ്പറാണ് 12 എന്ന് പറയുമ്പോൾ. അതിനാണ് ആ ഒരു എക്സാമ്പിളും കൂടി എടുത്തത്. 112, 100-ന് അടുത്തായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ബ്ലാങ്ക് പ്ലേസ് മാർക്ക് ചെയ്യുന്നു. ഇവിടെ 12 എഴുതണം, +12 അല്ലെ. 100 + 12 ആണ് 112 എന്ന് പറയുന്നത്. 100 + 12 അല്ലെ. അപ്പൊ ആ ഒരു നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ സ്ക്വയർ, 12-ന്റെ സ്ക്വയർ നമ്മൾ കഴിഞ്ഞ ഇതിലും ചെയ്തിട്ടുണ്ട്, പാർട്ടിലും ചെയ്തിട്ടുണ്ട്. 12-ന്റെ സ്ക്വയർ 144 ആണ്. 12-ന്റെ സ്ക്വയർ 144 ആണ്. പക്ഷെ ഇവിടെ എന്തേ ഉള്ളൂ? 2 ബ്ലാങ്ക് പ്ലേസ് മാത്രമേ ഉള്ളൂ. അല്ലെ, 144 എഴുതാൻ പറ്റില്ല. 44 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇപ്പൊ 4 എഴുതുന്നു. 1 ബാലൻസ് വെക്കും. അല്ലെ, ഓർമ്മിച്ച് വെക്കുക. 1 ബാലൻസ് വെക്കും. സിമ്പിൾ ആണ്. ആഡ് ചെയ്യാൻ
112 പ്ലസ് 12 24 ആണ്. അപ്പോൾ 124 കിട്ടും. അതിന്റെ കൂടെ എന്ത് ചെയ്യണം? 1 കൂടെ ആഡ് ചെയ്യണം. 125 കിട്ടും. ആൻസർ കഴിഞ്ഞു. 12,544 അല്ലെ? നമുക്ക് 102, 107 എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. 102-ലാണെങ്കിൽ ബ്ലാങ്ക് ബേസിൽ ഒരു ഡിജിറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒന്ന് ബാലൻസ് വരുന്നുണ്ട്. എല്ലാ മെത്തേഡും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3 എക്സാമ്പിൾ എടുത്തത്. ഓക്കെ. അപ്പൊ ബേസ് മെത്തേഡ് ഓഫ് സ്ക്വയറിംഗിൽ 100-ന് മുകളിലുള്ള നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡ്. അപ്പൊ 100-ന് മുകളിലുള്ള നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇങ്ങനെ എടുത്തിരിക്കുന്ന നമ്പേഴ്സ് മാത്രമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള നമ്പേഴ്സിൻ്റെ അത് കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടെ വരുന്നുണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതും കൂടെ അതും കൂടെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത് പാർട്ട് 3-ൽ നമ്മൾ എടുത്തിരിക്കുന്ന 100-ന് മുകളിലുള്ള നമ്പേഴ്സിന്റെ സ്ക്വയറിംഗ് ആണ്. സിമ്പിൾ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ട്രിക്കുമായിട്ട് വരുന്നത് വരെ ബൈ.